പ്രിയമുള്ളവരെ, വീണ്ടും എൻ്റെ ഇത്തിരി വെട്ടം ചാനലിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഒരു വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ യാത്രയിലായിരുന്നു, അതുകൊണ്ട് അത് കയറ്റാൻ പറ്റില്ല. അതിന് സോറി ഞാൻ പറയുന്നു. ഇന്നത്തെ ഞാൻ ചെയ്യുന്നതായ വീഡിയോ ഞാൻ അന്ന് കാണിച്ചായിരുന്നു. തക്കാളിപ്പഴത്തിൻ്റെ പറഞ്ഞിരുന്നു, അത് ഒത്തിരി പിടിച്ചായിരുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. തക്കാളിപ്പഴത്തിൻ്റെ സൈസും അതിൻ്റെ വിളവെടുപ്പുമാണ് ഞാൻ കാണിക്കുന്നത്. നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്നതായ തക്കാളിപ്പഴം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല പഴുത്തു, നല്ല വിളവായി, നല്ല ഭംഗിയുള്ള തക്കാളി ആണ്. അതിന് നോവാതെ ഞാൻ അറുത്തെടുക്കുകയാണ്, മുറിച്ചെടുക്കുകയാണ്. ചെടിക്ക് നോവാതെ തക്കാളിപ്പഴം മുറിച്ച് നല്ല വലിപ്പമുള്ള തക്കാളിപ്പഴമാണ്. നല്ല നിറച്ചുണ്ട്, കാണിച്ചതാണല്ലോ. നിറച്ചുണ്ട്. ഒരു തക്കാളി പിഴന്ന് ഒരെണ്ണത്തിനകത്ത് ഇത്രയും കിട്ടി. ഇത് കുറച്ച് പാകമായുള്ളൂ. ഇനി ഇപ്പുറത്തെ പ്ലാന്റ് ഉണ്ട്, അതിനകത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിയായ സന്തോഷമുണ്ട്. ഇത്രയും തക്കാളിപ്പഴം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ജൈവവളം മാത്രം ഇട്ട് ഉണ്ടാക്കിയതായ തക്കാളിപ്പഴം ഇത്രയും നമുക്ക് ആദ്യത്തെ വിളവെടുപ്പിൽ ഇത്രയും കിട്ടി. അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും അത് പ്ലാന്റ് ചെയ്യാനായിട്ട് കുറേ പ്ലാന്റുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങളിതിൻ്റെ വലിപ്പമൊക്കെ നോക്കണം. നല്ല വലിപ്പത്തിലുള്ള ഇത് ചെറുതാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിൽ തന്നെ തിന്നാം. നല്ല ഇതാണ്. വളരെ ജ്യൂസി ആയിട്ടുള്ള തക്കാളിപ്പഴമാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന തക്കാളിപ്പഴം നമുക്ക് ഇത്ര ധൈര്യമായിട്ട് തിന്നാൻ പറ്റത്തില്ല. ഇത് വിഷമുണ്ട്. ഇതിനകത്ത് തിന്നാൻ്റെ ഒരു കീടാണുക്കളെയും അഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും വഴുതനയുടെ വിത്ത് ഇതിനകത്ത് ചെറിയ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഓരോന്നിനകത്തും ഓരോ വിത്ത് വാങ്ങി കിളിപ്പിച്ചെടുത്താണ് ചകിരിച്ചോറിട്ടതാണ്. ഇതിനകത്ത് ചകിരിച്ചോറും വളങ്ങളുമൊക്കെ ഇട്ട് ഇതുപോലെ മുളക് തൈയും ഇങ്ങനെ പിടിപ്പിച്ചെടുത്താണ് ഇതിനൊക്കെ പ്ലാന്റ് ചെയ്യും. ഇത് പയറിൻ്റെ തൈയാണ്. അല്ല, ഇത്രയുണ്ട്. വീണ്ടും തക്കാളിയുടെ തൈ കൊണ്ടുവച്ചിട്ടുണ്ട്. ചീര ഞാനിവിടെ പാകിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചീരയൊക്കെ ഞാനിവിടെ നല്ല ഗ്രോ ബാഗിൽ നല്ല നിറച്ച് വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് കുറച്ചൊക്കെ മാറ്റി നടാനുണ്ട്. എല്ലാം ഇച്ചിരി ചേർന്ന് നിൽക്കുകയാണ്. ഇച്ചിരി വളരുമ്പോൾ മാറി നടും. അതുപോലെ തന്നെ പച്ചച്ചീര വീണ്ടും അടുത്ത വിളവെടുപ്പിനുള്ള സമയമായി കഴിഞ്ഞു. വീണ്ടും റിപ്പീറ്റ് കാണിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രോ ബാഗിലാണ്. മണ്ണ് ഞാനിവിടെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂട്ടുവെള്ളം ചേർത്ത് ഇട്ടിരിക്കുന്നതാണ്. ഇത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ കൃഷികളൊക്കെയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇതിൻ്റെ കൂടെ എപ്പോഴും കാണും. അത് വളരെ സന്തോഷമാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ അടുക്കള കൃഷി ചെറുതായിട്ടൊക്കെ ചെയ്യണം. അത് നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടെൻഷനൊക്കെ കുറച്ച് മാറിക്കിട്ടും. നല്ല ഒരു സന്തോഷകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വളരെ ഈ ഒരു നല്ല നാരല് ലഭിച്ചിട്ടുണ്ട്. ഇത് നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ 2 ദിവസം ആയാലും ഇത് വെച്ചിട്ട് ടെറസിൻ്റെ മുകളിലാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്കത് സന്തോഷം തരുന്നതാണ്. നല്ല ഒരു അതുപോലെ നമ്മൾ പൂവാലിയിലൊക്കെ കൊണ്ടുവന്നാൽ ഈ ചെടിക്ക് നോവാതെ ഈ പൂവാലിയിലൂടെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുത്താൽ ചെടിക്ക് വലിയ ക്ഷീണമൊന്നും വരത്തില്ല. നമ്മളിതുപോലൊരു പൂവാലി വാങ്ങിക്കഴിഞ്ഞാൽ ഇതെപ്പോഴും നമുക്ക് രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കാനായിട്ട് പറ്റും. നല്ല ചൂടാണല്ലോ, നല്ല ചൂട് കാലാവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും വരുന്നതാണ്. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. എൻ്റെ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം.